ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ശ്രീ VK ശിവകുമാർ എന്ന നമ്മുടെ നോവലിസ്റ്റും യൂട്യൂബറുമായ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയായ അമൃതസ്മൃതികൾ എന്ന നോവൽ പ്രകാശനം ചെയ്യുന്ന ഒരു വേദിയാണ്. ഈ വേദിയിൽ നമ്മൾ ഇതിൻ്റെ അധ്യക്ഷനായി ക്ഷണിക്കുന്നത് ശ്രീ ഡോക്ടർ അശ്വിനി കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ പുസ്തകത്തിൻ്റെ സ്വീകരിക്കുന്നത് പ്രസിദ്ധനായ കവി ശ്രീ വിജയൻ അവണാകുഴി, അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യും. അതിനുശേഷം ഇതിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി VK ശിവകുമാർ അദ്ദേഹത്തെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ ശ്രീ സജി സോപാനം അദ്ദേഹം കൂടി നമുക്ക് ഇതിനു വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. ആദ്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ അശ്വിനി കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ കോപ്പുകൈ. ശ്രീ ശിവകുമാർ, VK ശിവകുമാർ, അദ്ദേഹത്തിന് ഒത്തിരി നാളായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. കുടുംബം ഉൾപ്പെടെ എല്ലാവരെയും നന്നായിട്ട് എനിക്കറിയാവുന്നതാണ്. വളരെ ഡെഡിക്കേറ്റഡായിട്ട് കലാസാഹിത്യ സൃഷ്ടികളിൽ മുഴുകുന്ന, ഇടയ്ക്ക് ഡോക്യുമെൻ്ററി തൊഴുക്കലമ്മയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. അല്ലാതെ നിയമത്തിൻ്റെ കുരുക്കുകളെക്കുറിച്ച് വേറൊരു ഡോക്യുമെൻ്ററിയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കവിതകളും കഥകളും നോവലുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ മഹത്തായ സൃഷ്ടികളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അദ്ദേഹം വളരെ സൃഷ്ടിപരമായി നിർമ്മിച്ചെടുത്ത ഈ കാവ്യം പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് നിറയെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഭാവിയിലും സൃഷ്ടിപരമായ ഭാവനാപരമായ ഒരനുഗ്രഹം പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നും ഉണ്ടാകുവാനും ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റേതായ സംഭാവനയായി നമുക്ക് ലഭിക്കുന്നതിനും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കൃതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്നെക്കാളും കുറച്ചുകൂടി സാഹിത്യത്തിൽ അവഗാഹമുള്ള വിജയൻ സാറും എല്ലാം പറയുന്നതാണ്. അപ്പോൾ ഈ അമൃത സ്മൃതികൾ എന്ന അദ്ദേഹത്തിൻ്റെ ഈ നോവലിൻ്റെ പ്രകാശനം ചെയ്യുകയാണ് ഈ നിമിഷം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെയും അനുഗ്രഹത്തോടെയും. നമ്മുടെ VK ശിവകുമാർ സാറിൻ്റെ അമൃതസ്മൃതികൾ എന്ന നോവലിൻ്റെ പ്രകാശനത്തിൻ്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശനം ഡോക്ടർ ശ്രീ അശ്വിനി കുമാർ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധനായ കവി ശ്രീ വിജയൻ അവണാകുഴിയെ ക്ഷണിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ശ്രീ VK ശിവകുമാർ സാറിന് അവരെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ അവണാകുഴി സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ അശ്വിനി കുമാർ സാറ്, നടനും സിനിമാ നടനും നാടക നടനും സീരിയൽ നടനും ഒക്കെ ആയിട്ടുള്ള ശ്രീ സജി സോപാനം, സ്വാഗതം ആശംസിച്ച അജി അവർകൾ തുടങ്ങി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശിവകുമാറിൻ്റെ അമൃതസ്മൃതികൾ എന്ന നോവലിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. പ്രകൃതി പോലും അനുഗ്രഹിച്ചിരിക്കുന്ന ഈ സമയത്ത് ശിവകുമാറിന് എല്ലാവിധമായ ആശംസകളും.
അമൃതസ്മൃതികൾ എന്ന നോവൽ ശ്രീ BK ശിവകുമാർ. ഗതി, നയമ്പ്, ധ്വനിതം, ചാറ്റ്, തീർത്ഥകോടി, എൻ്റെ കീർത്തനം തുടങ്ങി നിരവധി കൃതികളുടെ ഗ്രന്ഥകർത്താവാണ് ശ്രീ BK ശിവകുമാർ. ഷോർട്ട് ഫിലിം ഡയറക്ടർ, യൂട്യൂബർ, സോഷ്യൽ വർക്കർ, നാടകരചയിതാവ്, നാടക നടൻ, സംവിധായകൻ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം ഇതിനകം തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനം ശബരിമട്ടം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ താമസിക്കുന്നത് പെരുമ്പഴുതൂർ എന്ന സ്ഥലത്താണ്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കേരള ഫിലിം അക്കാദമിയിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നാം ഇന്നിവിടെ കണ്ട ഈ ഒരു ഷൂട്ടിംഗ്, യൂട്യൂബിലേക്ക് വേണ്ടിയുള്ള ഒരു ഫിലിം ഷൂട്ടിംഗ്. നിരന്തരം കർമ്മനിരതനാണ് ശ്രീ BK ശിവകുമാർ. അമ്മയ്ക്കും അനുജനും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ അമൃതസ്മൃതികൾ എന്ന നോവൽ. ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് പ്രഭാത് ബുക്ക് ഹൗസാണ്. കേരളത്തിലെ പ്രസാധന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രഭാത് ബുക്ക് ഹൗസ്. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ള ഒരു കലാകാരൻ്റെ വരകൾ അതിൽ കാണാം. ഏതു പ്രായക്കാർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിലെ അക്ഷരങ്ങൾ നിരത്തിയിരിക്കുന്നത്. ലളിതമായ ഭാഷാപ്രയോഗം ഏറെ ആസ്വാദ്യകരമാണ്. ഏറെ സവിശേഷതകളുള്ള ഈ നോവൽ വായനക്കാർക്ക് സമ്മാനിച്ച പ്രസിദ്ധ എഴുത്തുകാരൻ BK ശിവകുമാറിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും. ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ജനറൽ മാനേജർ പ്രൊഫസർ M ചന്ദ്രബാബുവാണ്. ചന്ദ്രബാബുവിൻ്റെ ഈ അടുത്ത കാലത്തിറങ്ങിയ ശ്രീ നാരായണ ഗുരുവിനെക്കുറിച്ചുള്ള 5 പുസ്തകങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള 5 കൃതികളാണ്. ശ്രീ നാരായണ ഗുരു അപൂർവതകളുടെ ഋഷി, അതിൽ 1ാമത്തെ പുസ്തകം. എല്ലാ പുസ്തകങ്ങളും പ്രചാരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പ്രഭാത് ബുക്ക് ഹൗസിനും എൻ്റെ അഭിനന്ദനങ്ങൾ. അനായാസം വായിച്ചു പോകുവാൻ കഴിയുന്ന വായനാസുഖമുള്ള ഒരു നോവലാണ് അമൃതസ്മൃതികൾ. ചിന്തോത്മകമായ ആത്മഭാവങ്ങളുടെ ആവിഷ്കാരമാണ് അമൃതസ്മൃതികൾ. 8 അധ്യായങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ നോവൽ. ഇതിൽ ഏറെ കൂടുതലായി എന്നെ ആകർഷിച്ച 2-3 അധ്യായങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ഇലവിള തറവാട്ടിലെ മുത്തശ്ശിയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം. അടുത്ത കഥാപാത്രമായി വരുന്നത് പേരക്കുട്ടിയാണ്. ഈ നോവലിൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി വെറും ഒരു മുത്തശ്ശി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരു അറിവാണ്, വിജ്ഞാനമാണ്. പണ്ടുകാലത്ത് കൂട്ടുകുടുംബ സംവിധാനമാണ് നമുക്കുണ്ടായിരുന്നത്. ആ കൂട്ടുകുടുംബത്തിൽ മുത്തശ്ശി മക്കൾക്കും ചെറുമക്കൾക്കും ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കഥകൾ കേട്ടുകൊണ്ടാണ് പേരക്കുട്ടികൾ വളർന്നു വന്നത്. അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്, ഭയമുണ്ട്, ഭക്തിയുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതെല്ലാം അണുകുടുംബത്തിൽ ഒതുങ്ങുന്നു.
അണുകുടുംബത്തിലൂടെ കുട്ടികൾ ഏറെ അറിയുന്നില്ല. എങ്കിലും അവർ പുതിയ കാലഘട്ടത്തിലേക്ക് പുതിയ അറിവുകൾ തേടുന്നു. AI കാലഘട്ടമാണ് ഇന്ന്. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാൻ ഇങ്ങ് തിരുക്കൊച്ചിയിലും സമരസേനാനികളുണ്ടായിരുന്നു. നിരായുധരായ സമരസേനാനികളെ ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുമ്പിൽ നിഷ്പ്രഭമാവുകയായിരുന്നു. അങ്ങനെയുള്ള കാഴ്ചയാണ് ഈ നോവലിലൂടെ ഒരു അധ്യായത്തിൽ കടന്നു പോകുന്നത്. അവണാവഴി എന്ന സ്ഥലം ഈ നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു നേതാവിനെയും ഉയർത്തി കാണിക്കുന്നുണ്ട്. 1957, 1960, 1965 എന്നീ കാലഘട്ടങ്ങളിൽ 3 പ്രാവശ്യം MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഈ എഴുത്തുകാരൻ ആ നോവലിൽ പറയുന്നില്ല. അതാണ് ഈ നോവലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. അത് വായനക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എനിക്കറിയാം, ഞാനും ആ പേരിവിടെ പറയുന്നില്ല. അത് ആരായിരിക്കുമെന്ന ആകാംക്ഷ നോവലിസ്റ്റ് വായനക്കാർക്ക് വിടുന്നു. പേരക്കുട്ടിയും കുട്ടിയുമായുള്ള മുത്തശ്ശിയുടെ പദയാത്ര വായനക്കാർക്ക് ഏറെ ഇഷ്ടപ്പെടും. പദയാത്ര കടന്നു പോകുന്ന നമ്മുടെ നാട്ടിലെ പരിചിതമായ സ്ഥലങ്ങളെക്കുറിച്ചും നോവലിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരു ദിവ്യൻ ഈ നോവലിലെ പ്രധാന ഒരു കഥാപാത്രമാണ്. ആ ദിവ്യനും മുത്തശ്ശിയും പേരക്കുട്ടിയും ഒരു ചങ്ങനയിലെ കണ്ണികളായി ചിത്രീകരിക്കുന്നു നോവലിസ്റ്റ്. വായിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുവാനും പ്രേരണ നൽകുന്ന നോവലാണ് അമൃത സ്മൃതികൾ. ഇ.എൻ. പണിക്കർ സാറിൻ്റെ വരികൾ ഓർമ്മയിൽ വരുന്നു. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യം ഇവിടെ സ്മരണീയമാണ്. ദിവ്യൻ്റെ ഗ്രഹം ഒരു വൃത്തിയുള്ള ഒരു ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ചുറ്റുമായി ഒത്തിരി മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നത് ഒരു നാട്ടിൻ്റെ സ്മരണ ഓർമ്മിക്കുന്ന ഒന്നാണ്. ഇന്ന് നാം ചെയ്യുന്നത് മിക്കവാറും മരങ്ങളെ വെട്ടിമുറിക്കുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള ശുദ്ധവായു അത് അന്യമായി കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ബിൽഡിങ്സ് വരുന്നു, നിലം നികത്തുന്നു, നീർച്ചാലുകൾ നികത്തുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിയെ അന്യാധീനമായി കൊടുത്തുന്നു. കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും വർധന ഇവിടെ വരുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ നോവലിലൂടെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിനടുത്തുള്ള ഒരു സ്കൂളാണ് കമുകങ്കോട് സെൻറ്റ് മേരീസ് സ്കൂൾ. ഈ സ്കൂളിൽ പഠിച്ച ആ പേരക്കുട്ടിയും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് നാം എല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ന് ഏറെ അകന്നുപോയി. ആ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ആ പഠിപ്പിക്കുന്ന രീതി നോവലിസ്റ്റ് ഇവിടെ ചിത്രീകരിക്കുന്നു. ആ സ്കൂളിൽ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വായിക്കാൻ കൊടുക്കുമായിരുന്നു. ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഈ അധ്യാപിക ഈ വിദ്യാർത്ഥിക്ക് ഒരു പുസ്തകം വായിച്ച് കൊടുക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. അതിലൊന്ന് കാളിദാസൻ്റെ വിക്രമോർവശീയം എന്ന നാടകമാണ്. ആ നാടകത്തിൻ്റെ ഒരു പാരഗ്രാഫിൽ ഈ നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നു. ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ വായനക്കാർക്ക് വിക്രമോർവശീയം എന്ന നാടകത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടുവാൻ സാധിക്കും. പിന്നെ കമുകങ്കോട് എന്ന ആ സ്ഥലത്ത് ഒരു ദേവാലയമുണ്ട്. ദേവാലയത്തെ ഉത്സവത്തെക്കുറിച്ചും നോവലിസ്റ്റ് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടുത്തെ വിവിധ കലാപരിപാടികളും ചപ്പർ പ്രദർശനവും ഒക്കെ ഇതിലൂടെ കടന്നു പോകുന്നു.
അവിടെ വരുന്ന ഓരോ നാടകം അവതരിപ്പിക്കുന്ന ഒരു ചിത്രീകരണം ഇവിടെയുണ്ട്. മിശിഹ ചരിത്രം. മിശിഹ ചരിത്രം നോവലിസ്റ്റ് 1-2 പാരഗ്രാഫിൽ ഈ നോവൽ പ്രതികരിക്കുന്നുണ്ട്. അതും വായിച്ചാൽ ഒത്തിരി ആ മിശിഹ ചരിത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു നാടിൻ്റെ സ്പന്ദനം അറിയുവാൻ ഈ നോവൽ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചന്ദ്രബോസ് സാറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അമൃതസ്മൃതികൾ എന്ന നോവൽ മുത്തശ്ശി പറയുന്ന വെറുമൊരു കഥയുടെ ആവിഷ്കാരമല്ല. അതിൽ മുത്തശ്ശിയും പേരക്കുട്ടിയും അതീത സ്വരങ്ങളായി നമ്മുടെ സാക്ഷികളാണ്. ഒരു ദേശത്തിൻ്റെ സാംസ്കാരികതയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രസ്മൃതിയും നമുക്കറിയുവാൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റ വഴികളിൽ വിശുദ്ധമായ ആത്മീയ ഉണ്മയുടെ ഉന്മീലനമാകുന്നു. ചിന്തിക്കാനും ആസ്വദിക്കുവാനും കിനാവ് കാണാനും സാന്ദ്രമായ അസ്തിത്വത്തിൻ്റെ പ്രകാശ കവാടമാണ് അമൃതസ്മൃതികൾ. ഈ നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെടട്ടെ. നമ്മുടെ നാട്ടുകാരനായ ഈ എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ്. ആ നല്ല എഴുത്തുകാരനെ ഞാൻ ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. എനിക്ക് ഇവിടെ വരുവാനും ഈ ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുവാനും സാധിച്ചതിൽ ഏറെ കൃതാർത്ഥനാണ്. പ്രൊഫസർ ചന്ദ്രബോസ് സാറ് എന്നോട് ഇവിടെ എത്തുവാൻ ആവശ്യപ്പെട്ടു. ചന്ദ്രബോസ് സാറിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ എളിയ എഴുത്തുകാരൻ. ഈ ഗ്രന്ഥകർത്താവിന് വി കെ ശിവകുമാറിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ ശ്രീ ബി കെ ശിവകുമാർ സാറിന് ആശംസ അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ സജി സോപാനം സാർ അവരുകളെ ക്ഷണിക്കുകയാണ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ശിവൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ സഹപാഠികൾ ആയിരുന്നു. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കോളേജുകൾ മാറി. ഞാൻ തനിമച്ചെടുത്തും ശിവൻ കാട്ടാക്കടയിലും പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ സിവിലിന് സിവിലിനും വീണ്ടും ഒന്നിച്ച്. അങ്ങനെ നമ്മുടെ നല്ലൊരു വിദ്യാഭ്യാസ കാലം ഒന്നിച്ചായിരുന്നു. പിന്നെ അടുത്തടുത്താണ് നമ്മളെ വീടുകളും ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ളതാണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങൾ നാടക പങ്കാളികളുമായിരുന്നു. അപ്പോൾ ഒന്നിച്ച് നാടകം കളിച്ചും. പക്ഷേ അവിടെ ഈ ഒരു സാഹിത്യവാസന അന്ന് പഠിക്കുന്ന കാലത്ത് ശിവൻ പ്രകടമാക്കിയിരുന്നില്ല. പിന്നെ ശിവനെ ഈ വായനയിലോട്ടുള്ളൊരു കമ്പം തുടങ്ങിയത് കോളേജ് പഠിക്കുന്ന കാലത്തല്ലേ, അപ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സിവിലിന് പഠിക്കുമ്പോഴത്തേക്ക് അത് കലശലായി. അങ്ങനെ വായിച്ച് ശിവൻ വായിച്ച് തീർത്ത പുസ്തകങ്ങൾക്ക് കണക്കില്ല. അങ്ങനെ ശിവൻ ഇതുപോലെ ഒരു നോവൽ രചനാരംഗത്ത് സജീവമാകാൻ തുടങ്ങി. ശിവൻ്റെ 8ാമത്തെ നോവലായിരുന്നു. ശിവൻ്റെ നോവലൊക്കെ ഞാൻ ഈ അടുത്ത മുന്നേയുള്ള 1-2 നോവൽ വായിച്ചിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം വായിച്ചിട്ടുണ്ട്. അങ്ങനെ ശിവന് ഈ നോവൽ എഴുതി കൊടുക്കാനുള്ളൊരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നത് പോലെയാണ്. വളരെ പെട്ടെന്നാണ് ഇത് പ്രിൻ്റ് ചെയ്തത്. കാരണം അവർ സ്വീകരിച്ചത് അത്രയ്ക്കും ക്വാളിറ്റി ശിവൻ്റെ രചനയിൽ ഇപ്പോൾ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഏതൊരു നോവലിസ്റ്റും പിന്നെ അവർ പ്രശസ്തരാകുന്നത് സ്വന്തം നാടിനെയും അവരുടെ
സ്വന്തം ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞ് നോട്ടവും അവരുടെ രചനയിൽ വരുമ്പോഴാണ് അത് കൂടുതൽ അവർക്ക് പിന്നെ ശോഭിക്കാൻ കഴിയുന്നത്. മാത്രമല്ല അതിനൊരു എന്താ ഒരു നമ്മളറിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ജനിച്ച് കാലം മുതൽ നമ്മൾ വളർന്ന നമ്മുടെ ചുറ്റുപാടുകൾ, ഇതൊക്കെ പലരും ഇതുപോലെ സാഹിത്യ ഭാവനയുള്ളവർക്ക് മാത്രം അത് അവരുടെ കയ്യിലെ ഒരു പിന്നെ വിരുദാണ്. അതിനെ പിന്നെ വായനക്കാരൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ആസ്വാദ്യകരമാക്കുക എന്നുള്ളത്, ഇത് ഒരുപാട് പരന്ന വായനയായിരുന്നു ശിവൻ. അതിലൂടെയാണ് അത് ആർജിച്ചത്. എന്തായാലും ശിവൻ്റെ അമൃത സ്മൃതികളെന്ന ഈ നോവലിന് എൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. നന്ദി. അമൃത സ്മൃതികൾ എന്ന നോവലിൻ്റെ സൃഷ്ടി കർത്താവായ ശ്രീ BK ശിവകുമാർ സാറിനെ ഇതിൻ്റെ മറുപടി പ്രസംഗം സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുക. ഇവിടെ പങ്കെടുക്കാൻ എത്തിയ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആദ്യം ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഞാൻ എഴുതാൻ തുടങ്ങി അപ്പോഴൊരു മഴ പെയ്തു. ആ മഴ ആ പുസ്തകം എഴുതി തീർക്കുന്നത് വരെ മഴയുണ്ടായിരുന്നു. അതേപോലെ മഴ എൻ്റെ ജീവിതത്തിൽ വളരെയധികം രസകരമായ അനുഭവങ്ങൾ തന്നിട്ടുള്ളതാണ്. ഇപ്പോഴും പുറത്ത് ചെറിയ മഴയുണ്ട്. മഴ എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ മുത്തശ്ശി എനിക്ക് പ്രിയപ്പെട്ടതാണ്. മുത്തശ്ശിയുടെ ഓർമ്മകൾ എന്നെ ഇന്നും വളരെയധികം സന്തോഷപ്പെടുത്തുന്നു. മുത്തശ്ശി കഥകളും മുത്തശ്ശിയുടെ മുഖം പോലും ഞാൻ മറന്നിട്ടില്ല. മുത്തശ്ശി മരിച്ചിട്ട് ഇപ്പോൾ ഒട്ടേറെ വർഷമായി, എന്നാലും മുത്തശ്ശിയെ ഞാൻ മറന്നിട്ടില്ല. മുത്തശ്ശി പണ്ട് ഞാൻ 10-12 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ പോലും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. അതിനെ ഞാൻ ആവുന്നത്ര ഓർമ്മിച്ചെടുക്കാനും ഈ പുസ്തകത്തിൽ അത് പകർത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മുത്തശ്ശിയും എൻ്റെ ബാല്യവും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അപ്പോഴെന്നോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്കിപ്പോഴും അതിലെല്ലാവരും ഒന്നില്ല, കുറേയധികം ആളുകൾ മൺമറഞ്ഞു പോയി, എന്നാലും അവരെല്ലാവരും എൻ്റെ ഓർമ്മയിലുണ്ട്. മുത്തശ്ശി നന്നായി എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. അത് എനിക്ക് വരികളിലൂടെ അക്ഷരങ്ങളിലൂടെ ഇങ്ങനെ ഒരു പുസ്തകമാക്കി പകർത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഈ പുസ്തകം പ്രകാശനകർമ്മം ചെയ്ത അശ്വിൻ കുമാർ ഡോക്ടറിനെ എനിക്ക് നല്ല പരിചയമാണ്. ഒരു 2-3 വർഷമായിട്ട് നല്ല അടുപ്പത്തിലാണ്. നമ്മൾ നന്നായി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അച്ഛനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ഞങ്ങൾ നല്ല പരിചയക്കാരാണ്. ഡോക്ടർ എന്നോട് വളരെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ നന്ദി, നമസ്കാരം. അടുത്ത ആശംസകൾ അർപ്പിക്കാനുള്ളത് നമ്മുടെ വിജയ് സാറിനാണ്. വിജയ് സാറ് എൻ്റെ അയൽക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഈ പുസ്തകത്തിൽ എൻ്റെ അയൽക്കാർ ഒരുപാടുണ്ട്, എൻ്റെ നാടുണ്ട്, നാട്ടറിവുകളുണ്ട്, കഥകളുണ്ട്, സ്വാതന്ത്ര്യ സമരമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലെ വഴികളുടെ നാമങ്ങൾ പോലും ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളുണ്ട്, എല്ലാം എനിക്ക് വളരെ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നന്നായി അറിയുന്ന ആളാണ്. ഞാൻ പുസ്തകം എടുക്കുന്ന 2-3 ഗ്രന്ഥശാലകളിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കാറുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് അടുപ്പമുള്ളത് അവണാവഴി പ്രബോധിനി ഗ്രന്ഥശാലയിലാണ്. ഈ സാറിന് എനിക്ക് നന്നായിട്ടറിയാം. സാറ് അവിടെ എല്ലാ രീതിയിലും സാറ് അവിടെ സഹകരിക്കുന്ന ആളാണ്. സാറിന് എനിക്ക്
ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞതിലും സാറ് കൃത്യസമയത്ത് ഇവിടെ എത്തി ഇതിന് സഹകരിച്ചതിനും എനിക്ക് സാറിനോട് വളരെയധികം നന്ദി. നമസ്കാരം. അടുത്ത് ആശംസകൾ അർപ്പിക്കാനുള്ളത് എൻ്റെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്തും നമ്മൾ വളരെ ഒരുമിച്ച് സതീർത്ഥ്യനുമാണ്. ഞാൻ 7ാം സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച്. 7ാം സ്റ്റാൻഡേർഡ് മുതൽ സ്കൂളിൽ 7ാം സ്റ്റാൻഡേർഡ് നമ്മൾ ഒന്നിച്ച് പഠിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ അവിടെ ആയിരുന്നപ്പോൾ ഞാനിപ്പോൾ കമ്മങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബ വീട്. അവിടെ നിന്നിപ്പോൾ ഞാൻ പെരുമ്പഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പെരുമ്പഴൂർ ഇപ്പോഴാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒട്ടും മുറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കമ്മങ്കോടായിരുന്നപ്പോൾ ഞാൻ സജിയുടെ വീട്ടിൽ ചെന്ന് കാണും, സജി എൻ്റെ വീട്ടിലൊന്ന് കാണും. സജി ഒരു വലിയ നാടക കലാകാരനാണ്. രാജ്യങ്ങൾ തോറുമൊക്കെ തന്നെ നാടകം കളിച്ച് നടന്നിട്ടുള്ള ആളാണ്. സോപാനത്തിലെ പ്രശസ്തനായ ഒരു നടനാണ്. പിന്നെ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം, ഞാനൊരു യൂട്യൂബറാണ്, ഞാൻ ഇന്ന് ചെയ്ത ഷോർട്ട് ഫിലിമിൽ സജി ഒരു നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. ഈ സജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അടുത്ത് നമ്മുടെ അജിയുടെ മികവ് ഞാൻ വളരെ ഒരു വിങ്ങലോടെയാണ് അത് കേട്ടത്. നമ്മുടെ പിന്നെ സുഹൃത്ത് അജിയുടെ ആ കവിത ആലാപനം, അദ്ദേഹം അത് മനസ്സിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി തന്നെയാണ് അത് പിന്നെ പാടിയത്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ കേരള ഫിലിം അക്കാഡമിയിൽ ഫിലിം ഡയറക്ഷനിൽ ഡിപ്ലോമയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ നാഗവള്ളി RS കുറുപ്പ് സാറെന്ന് പറയുന്ന ഒരു അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കല ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. അതേപോലെ അദ്ദേഹം പാടിയ കവിത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്കാണ് തട്ടിയതെന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹത്തിന് എൻ്റെ നന്ദി, നമസ്കാരം. ഇനി ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അറിയുന്ന ആളുകളാണ്. ഇന്ന് ഇതിൽ അഭിനയ പാഠമുള്ള നടിമാരുണ്ട്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച 2 നടിമാരുണ്ട്. എൻ്റെ അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാ സുഹൃത്തുക്കളുമുണ്ട്. ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച എല്ലാ ആളുകളും ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു, നിർത്തുന്നു. യോഗവും നമ്മളിവിടെ പര്യവസാനിക്കുകയാണ്.